സ്വർണം വിൽക്കാനും ആളുകൾ തയ്യാറാകുന്നില്ല. ഇതെന്തവസ്ഥ? വ്യാപാരികൾ പറയുന്നു. വില കുറയില്ലേ? വില വർദ്ധിക്കുന്നത് സ്വർണ്ണ വിപണിയെ വലിയ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുകയാണെന്ന് വ്യാപാരിയായ അരുണ മാർക്കോസ്. പണിക്കൂലിയോ പണിക്കുറവോ ഇല്ലാതെ സ്വർണ്ണവില മാത്രമായി ഇന്ന് 1,07,240 രൂപയാണ് നൽകേണ്ടത്. ഇത്രയും വില കൊടുത്ത് സ്വർണം വാങ്ങാൻ ആളുകൾ മടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സി ന്യൂസ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലെ വാക്കുകൾ ഇങ്ങനെ. നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും വീണ്ടും വില കൂടി. ഗ്രാമിന് 50 രൂപയാണ് വർദ്ധിച്ചത്. ഗ്രാമിന് 13,405 രൂപ എന്ന നിലയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. 13,405 രൂപ എന്ന നിരക്കിലെത്തുമ്പോൾ ഒരു പവൻ സ്വർണ്ണത്തിന് പണിക്കൂലിയോ പണിക്കുറവോ ഇല്ലാതെ സ്വർണ്ണവില മാത്രമായി 1,07,240 രൂപ നൽകേണ്ടിവരും. അങ്ങനെ ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ 1.15 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വില എത്തുന്ന സാഹചര്യമാണിപ്പോൾ. വർദ്ധിച്ചുവരുന്ന ഭൗമരാജ്യ സംഘർഷങ്ങൾക്കിടയിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം ആളുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സ്വർണ്ണവില ഇത്ര ഉയരത്തിലേക്ക് കുതിക്കുന്നത്. വില കുറയാനുള്ള യാതൊരു ലക്ഷണവും ഉടൻ കാണുന്നില്ലെന്നാണ് മാർക്കറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. വിൽക്കാനുള്ള അന്വേഷണങ്ങൾ വരുന്നുണ്ടെങ്കിലും പലരും വിൽക്കുന്നില്ല. കാരണം വീണ്ടും വില വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അവർ കാത്തിരിക്കുകയാണ്. സ്വർണ്ണവില ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. സംഘർഷങ്ങൾ തുടരുകയാണെങ്കിൽ വില വീണ്ടും മുകളിലേക്ക് ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം ഷെയർ മാർക്കറ്റിലെ പോലെയല്ല, ആളുകൾ ലോഹങ്ങളിൽ കൃത്യമായി നിക്ഷേപം നടത്തുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല. ജപ്പാൻ, ചൈന തുടങ്ങിയ വലിയ രാജ്യങ്ങളിലെയും ആളുകൾ വൻതോതിൽ സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. വ്യാപാരം ഈ അവസ്ഥയിൽ മുന്നോട്ടു പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് ചെറുകിട വ്യാപാരികളും ലോണുകൾ എടുത്ത് വ്യാപാരം നടത്തുന്നവരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതുപോലെ തന്നെ വിൽക്കാൻ എത്തുന്ന ആളുകൾക്കും ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇവരെയെല്ലാം അതിജീവിച്ച് ഈ സ്വർണ്ണ വിപണിയിൽ പിടിച്ചു നിൽക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ വലിയൊരു ടാസ്ക് തന്നെയാണ്.